നമസ്കാരം ഫ്രണ്ട്സ്. നമ്മളിന്ന് നോക്കുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് ഇപ്പോൾ ലൈഫിൽ EMIയിൽ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും നമുക്ക് EMIയിൽ വാങ്ങിക്കാൻ പറ്റും. ഹെൽത്ത് ഇൻഷുറൻസ് EMI ആക്കുമ്പം അതിലുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ അഡ്വാൻറ്റേജിനെ കുറിച്ച് തന്നെ നോക്കാം. നമുക്ക് EMIയിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീമിയം ഒരുമിച്ച് അടയ്ക്കേണ്ട എന്നുള്ളതാണ്. അതായത് വലിയൊരു പ്രീമിയം നമുക്ക് ഒരുമിച്ച് അടയ്ക്കേണ്ട, അത് നമ്മൾ മന്ത്ലിയോ ക്വാർട്ടർലിയോ അല്ലെങ്കിൽ ഹാഫ് ഇയർലിയോ ആയിട്ട് നമുക്ക് അടയ്ക്കാനുള്ള അവസരം ഉണ്ടാവും. പ്രീമിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോളിസിക്കും അല്ലാതെ വൺ ടൈം പേയ്മെൻ്റ് ഉള്ള പോളിസിക്കും തമ്മിൽ നമ്മുടെ ഫെസിലിറ്റീസിൽ യാതൊരു കുറവുണ്ടായിരിക്കത്തില്ല. EMIയിൽ എടുക്കുന്ന പോളിസി ആയാലും ഇനി അല്ല വൺ ടൈമിൽ പേയ്മെൻറ്റ് അടച്ചെടുക്കുന്ന പോളിസി ആയാലും രണ്ടിലായാലും വെയിറ്റിംഗ് പീരീഡൊക്കെ ഡേ 1 മുതൽ, അതായത് എപ്പോഴാണോ നമ്മൾ പോളിസി പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ വെയിറ്റിംഗ് പീരീഡിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യും. വെയിറ്റിംഗ് പീരീഡ് മാത്രമല്ല, നമുക്ക് കവറേജും ഡേ 1 മുതൽ, അതായത് EMIയിൽ അടയ്ക്കുന്ന പോളിസിയിലും അല്ലാതെ വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്ന പോളിസിയിലും എങ്ങനെയാണോ അതിൻ്റെ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് EMIയിലുള്ള പോളിസിയിലും സ്റ്റാർട്ട് ചെയ്യും. ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് EMI കണ്ടീഷനാണ്. സ്റ്റാർ ഹെൽത്തിൽ EMI കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് ആ സമയത്ത് അതിൻ്റെ ബില്ലിങ്ങിന് മുമ്പ് തന്നെ നമ്മൾ ബാലൻസ് EMI എമൗണ്ട് നമ്മൾ പേ ചെയ്തിരിക്കണം കമ്പനിയിൽ. സപ്പോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ പോളിസി എടുത്തു, ക്വാർട്ടർലി പേയ്മെൻ്റ് ആണ്, അതായത് ഒരു എമൗണ്ടിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണ്. 2 പേയ്മെൻറ്റ് കഴിഞ്ഞു, അപ്പോഴാണ് അയാൾക്ക് അഡ്മിറ്റ് ആവേണ്ട ഒരു ആവശ്യം വരികയാണ്. ആ അഡ്മിഷനിൽ ബില്ലിങ്ങിന് മുമ്പായിട്ട് തന്നെ ബാക്കി 2 EMI കൂടി ആൾ അടച്ചിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി അത് അടച്ചില്ലെന്ന് വിചാരിക്കുക. അടച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബില്ല് വരും. ആ ബില്ല് വരുന്ന സമയത്ത് നമ്മുടെ EMI എമൗണ്ടിനേക്കാളും കൂടുതലാണ് ഈ ബില്ലെങ്കിൽ ആ EMI എമൗണ്ട് പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് മാത്രമായിരിക്കും ഹോസ്പിറ്റലിൽ സെറ്റിൽ ചെയ്യുക. അപ്പം നമ്മൾ ബാക്കി പൈസ, നമ്മുടെ ആ EMI എമൗണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടി വരും. ഇനി അങ്ങനെ അല്ലാത്ത അവസ്ഥ, EMI എമൗണ്ടിനേക്കാളും താഴെയാണ് ബില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് റിജക്റ്റ് ആവും. പിന്നെ നമ്മൾ റീഇംബേഴ്സ്മെൻറ്റിന് പോവുകയാണ് പതിവ്. അപ്പോൾ EMI കണ്ടീഷൻ നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് EMIയിലെ വലിയൊരു അപകടം എന്ന് പറയുന്നത് EMI ഡേറ്റ് ഓർത്തിരിക്കാതിരിക്കുക എന്നുള്ളതാണ്. EMI ഡേറ്റ് മറന്നുപോവുകയും പേയ്മെൻറ്റ് മിസ്സാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പോളിസി അവിടെ വെച്ച് ഡിസ്കണ്ടിന്യൂ ആവും. അതായത് നമുക്കൊരു പോളിസി അതിലൊരു ഗ്രേസ് പീരീഡ് ഉണ്ട്. അതായത് നമ്മൾ EMI ഡേറ്റ് നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മാക്സിമം കിട്ടാവുന്നത് ഒരു 5 ദിവസം കൂടി, 5 ദിവസത്തിനുള്ളിൽ തന്നെ ആ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്തു പോകാം. ചില സമയങ്ങളിൽ നമ്മളത് മറന്നു പോകും. ഈ മറന്നു പോകുന്ന അവസ്ഥകളിൽ ഈ ഇത്രയും കാലവും നമ്മൾ അടച്ച EMI എമൗണ്ട് നമുക്ക് ലാപ്സ് ആയി പോവുകയും ചെയ്യും. പോളിസി തന്നെ ലാപ്സ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ ഗ്രേസ് പീരീഡ് വളരെ കുറവായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില പോളിസികൾ 2-3 വർഷക്കാലം EMIയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പോളിസികളായിരിക്കും. അത്രയും വർഷം കൊണ്ട് പല വെയിറ്റിംഗ് പീരീഡുകളും കവർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം തിമിരത്തിൻ്റെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും കിട്ടാൻ എലിജിബിൾ ആയിരിക്കുന്ന സമയത്തായിരിക്കും ഇവർ EMI മറന്നു പോകുക. ആ സമയത്ത് അത്രയും കാലം അടച്ചതേ വെറുതെ ആയി പോകുന്നൊരവസ്ഥയിലോട്ട് മാറുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് EMIയിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 രീതിയിൽ EMI ആക്കാൻ കഴിയും. ഒന്നെന്ന് പറയുന്നത് കസ്റ്റമറും സ്റ്റാർ ഹെൽത്തും കൂടി നേരിട്ടൊരു കോൺട്രാക്റ്റ്, അത് നമുക്ക് ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ മാത്രമേ EMI ചെയ്യാൻ കഴിയത്തുള്ളൂ. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിൻ്റെയും സ്റ്റാർ ഹെൽത്തിൻ്റെയും ഇടയ്ക്ക് ഒരു ഫിനാൻസിനെ വെച്ചുകൊണ്ട്, അതായത് ഫിനാൻസ് സ്റ്റാർ ഹെൽത്തിന് ടോട്ടൽ എമൗണ്ട് ആദ്യം തന്നെ കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫിനാൻസിന് പേ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഫിനാൻസിൻ്റെ പേയ്മെൻറ്റ് നമ്മളിടയ്ക്ക് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻസിന് അതിനൊരു ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കാരണം നമ്മുടെ ഇൻഷുറൻസ് ഒരു കാരണവശാലും ഡിസ്കണ്ടിന്യൂ ആവില്ല. കാരണം ഈ ഫിനാൻസ് ഓൾറെഡി ഈ ടോട്ടൽ എമൗണ്ട് അവിടെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ കഴിവതും ഒരു ഫിനാൻസിന് ഇടനില നിർത്തുന്നതായിരിക്കും EMI ചെയ്യുന്നതിൽ ഏറ്റവും ഉചിതമായ കാര്യം. ചില സമയങ്ങളിൽ കസ്റ്റമർക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സപ്പോസ് ഒരു 4 EMI എടുത്ത ഒരാൾ 2 EMI അടച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും ചിലപ്പം ഒരു അഡ്മിഷൻ വരുന്നത്. ആ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ബാക്കി EMI കൂടി അടയ്ക്കാൻ പറയുമ്പം കസ്റ്റമർ ചോദിക്കാറുണ്ട്, നമ്മുടെ EMIയുടെ സമയമായില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ അടയ്ക്കാൻ പറയുന്നത്? പക്ഷേ അത് മനസ്സിലാക്കുക, എപ്പോഴാണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് ആ അഡ്മിഷനിൽ ബില്ലിങ്ങിന് മുമ്പ് തന്നെ എല്ലാ EMIയും അടച്ചിരിക്കണം എന്നുള്ളത് തന്നെയാണ് EMI പേയ്മെൻറ്റിൻ്റെ പൂർണ്ണ രൂപം. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും.
സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുത്തതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങൾക്കോ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.